നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കർക്കിടക കഞ്ഞി. നമുക്കറിയാം, മലയാള മാസത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാസമാണ് വർഷത്തിൻ്റെ അവസാനമുള്ള കർക്കിടക മാസം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ചിങ്ങമാസവും. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും തുടക്കം ഒരു വർഷം ആരംഭിക്കുന്ന മലയാളിയെ സംബന്ധിച്ച് ചിങ്ങമാണ്. എന്നിരുന്നാലും നമ്മുടെ ഫലപ്രദമായ ആയുർവേദ ചികിത്സാ രീതികളും അതോടൊപ്പം തന്നെ ഒരു മരുന്നുമാണ് ശരിക്കും കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കർക്കിടക മാസത്തിലെ ഔഷധപ്രദമായിട്ടുള്ള കർക്കിടക കഞ്ഞിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കർക്കിടക കഞ്ഞിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. കർക്കിടകത്തിലെ കനത്ത മഴയിൽ താപനില കുറയുകയും രോഗങ്ങളെ ചെറുക്കാൻ ശരീരത്തെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ പ്രതിരോധശേഷി കുറവാണ്. നമുക്ക് എല്ലാത്തരം രോഗങ്ങളോടും പോരാടുന്നതിന് ഈ പ്രയാസകരമായ സമയത്ത് ശരിയായ ഭക്ഷണക്രമവും ചികിത്സകളും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. മഴക്കാലത്ത് ആരോഗ്യമുള്ള ശരീരത്തിനായുള്ള അവിഭാജ്യ ഘടകങ്ങളാണ് കർക്കിടക കഞ്ഞിയും കർക്കിടക ചികിത്സയും. രോഗങ്ങളെ ചെറുക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി കഞ്ഞി സഹായിക്കുന്നു. പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാൻ കഞ്ഞി ഉത്തമമാണ്. കൊഴുപ്പില്ലാത്തതിനാൽ ഈ വിഭവം ദഹിപ്പിക്കാൻ ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നും ശ്രദ്ധേയമാണ്. സന്ധിവാതത്തിനും കഞ്ഞി മികച്ചതാണെന്നും പറയുന്നു. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിനും വിഷാംശം ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്ന കഞ്ഞി എല്ലാ പ്രായക്കാർക്കും നല്ലതാണ്. ദഹന പ്രക്രിയ സുഗമമായി നടക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് കർക്കിടക കഞ്ഞി. അതോടൊപ്പം തന്നെ കരൾ വീക്കത്തിനും ഹൃദയ തകരാറുകൾക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ഇത് ശ്രേഷ്ഠമായ പ്രതിവിധിയാണ്. വാതസംബന്ധമായ അസുഖം, ധാതുക്ഷയം, ത്വക്ക് രോഗങ്ങൾ എന്നിവയും ശമിപ്പിക്കുന്നു. ആർത്തവവിരാമമുണ്ടായ സ്ത്രീകൾക്ക് കർക്കിടക കാലത്തുണ്ടാകുന്ന പുറം വേദന, വാതസംബന്ധമായ അസുഖങ്ങൾക്ക് കഞ്ഞി മികച്ച പ്രതിവിധിയാണെന്നാണ് ആയുർവേദ ആചാര്യന്മാർ പോലും പറയുന്നത്.